അവരുടെ തട്ടകത്തിൽ ബഹളം ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്നൊരു സ്വാഭാവികമായ ചോദ്യമാണ് മമതാ ബാനർജി ഉന്നയിക്കുന്നത്. നിങ്ങൾ BJP ശക്തമായ ഇടങ്ങളിൽ പോകാത്തത് എന്താണ്? ഇവിടെ വന്നിട്ട് എന്തുകൊണ്ടാണ് ഭാരത് ജോഡോ ന്യായ യാത്ര നടത്തുന്നത്? അതും ഈ പറഞ്ഞ പോലെ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇന്ത്യ മുന്നണി രൂപീകരണത്തിന് ശേഷം പിന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ മുന്നണി ഒന്നിച്ച് നീങ്ങുമെന്നാണ്. ഇവിടെ കോൺഗ്രസ് അതിൻ്റെ സംഘടനാ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒറ്റയ്ക്ക് ഒരു ജോഡോ ന്യായ യാത്ര സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഏതായാലും ഇവർക്കൊന്നും ദഹിച്ചിട്ടില്ല എന്നാണല്ലോ ഇവരുടെ നടപടികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ മമത എതിരാളികളോടൊന്നും യാതൊരു കരുണയും കാണിക്കാത്ത ആളാണ്. ഇപ്പം നിതീഷ് കുമാറിനെ വെട്ടണമെന്ന് തീരുമാനിച്ചു. നിതീഷ് കുമാറിനെ കൃത്യമായി വെട്ടി മുന്നോട്ട് പോവുകയാണ് മമതാ ബാനർജി. അവിടെ രാഹുൽ ഗാന്ധിക്കും ഏതാണ്ട് അതേ റോൾ തന്നെയാണ് മമതാ ബാനർജി വെച്ച് നീട്ടിയിരിക്കുന്നത്. മമതാ ബാനർജി ഒരു കാരണവശാലും രാഹുൽ ഗാന്ധിയോട് ഒരു കരുണയും കാണിക്കുമെന്ന് നമുക്ക് കരുതാനാകില്ല എന്നുള്ളതാണ്. വീട്ടിലിരുന്നു കൊണ്ട് പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് കഫേ.